ഫിൻസ്മാർട്ട് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഇംഗ്ലീഷും മലയാളവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് പോകുന്ന ഒരു സീരീസ് ആയിട്ട് നമ്മളുടെ ഈ ഒരു ചാനലിൽ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലേലിസ്റ്റിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷും മലയാളം ഏകദേശം നിങ്ങൾ ആ ഒരു രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിക്കണം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വിട്ട് കളയാൻ പറ്റാത്ത ഒന്നാണ്. മലയാളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തികച്ചും എല്ലാ ക്വസ്റ്റ്യൻസും 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു 9ഓളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മാക്സിമം LGSും LDCക്കും ഒക്കെ പഠിക്കുന്നവർ ഈ ഒരു വീഡിയോ, ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ് ആണ്. അപ്പോൾ അതിൽ ഏതാണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ്. അപ്പം B ഓപ്ഷനാണ് അതിൽ ശരിയായിട്ടുള്ളത്. കണ്ടൻറ്റ്മെൻറ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് വൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ C ആണ് അതിൽ കറക്റ്റായിട്ടുള്ളത്. റെസ്ലിംഗ് ഓഫ് ലീവ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് കോർഡിയൽ. അപ്പോൾ കോർഡിയലിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ B ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. അൺഫ്രണ്ട്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് അപ്രോപ്രിയേറ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ ഹൈ പിച്ച്ഡ് ക്രൈ. അപ്പം ഹൈ പിച്ച്ഡ് ക്രൈ എന്നുള്ളതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൺ വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ D ഓപ്ഷനാണ് വൈനാണ്. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഫ്രൈസൽ വെർബ് ടു പുട്ടപ്പ് വിത്ത്. അപ്പോൾ ടു പുട്ടപ്പ് വിത്ത് ആദ്യമായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പുട്ടപ്പ് വിത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയും എൻജോയർ സംതിങ് അല്ലെങ്കിൽ എന്താണ് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് അല്ലേ. അപ്പം എൻജോയർ സംതിങ് എന്ന് പറഞ്ഞാലും ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൾ ഓഫ് യു ഡേഷ് ഡിഫറെൻറ്റ് ബട്ട് ഈച്ച് ഓഫ് യു ഡേഷ് യുണീക്ക്. അവിടെ ഏതാണ് വരുന്നത്? C ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. അപ്പം ആറും ഈസുമാണ് വന്നിട്ടുള്ളത്. ആൾ ഓഫ് യു ആർ ഡിഫറെൻറ്റ് ബട്ട് ഈച്ച് ഓഫ് യു ഈസ് യുണീക്ക്. ഓക്കെ ആണല്ലോ. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ടേക്കൺ ബൈ യു ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതിൽ ആൻസറായിട്ട് വന്നിട്ടുള്ളത് B ഓപ്ഷനാണ്. വാട്ട് ഡിഡ് യു ടേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ റിപ്പോർട്ടർ എക്സ്ക്ലൈംഡ് സാഡ്ലി ദാറ്റ് മെനി ലിവ്സ് ഹാഡ് ബീൻ ലോസ്റ്റ് ഡ്യൂ ടു ബോട്ട് ആക്സിഡൻറ്റ്. അപ്പം ഇതിന് നമ്മൾ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഡയറക്റ്റ് സ്പീച്ച് സെൻറ്റൻസ് ഓഫ് ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് B ഓപ്ഷനാണ്. The reporter said, alas, many lives have been lost due to boat accident. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The bus dash a car when it dash with an accident. അപ്പം അതിൽ കറക്റ്റായിട്ടുള്ള ചൂസ് കറക്റ്റ് വെർബ് ഫോം. അപ്പം നമുക്ക് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് A ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. വാസ് ഓവർടേക്കിംഗ്. ഫസ്റ്റ് ഡേഷിൻ്റെ അവിടെ വാസ് ഓവർടേക്കിംഗ് ആണ്. അടുത്തത് മെറ്റ് ആണ്. അടുത്തത് നോക്കാം. യു ഹാവ് ടു ഗോ ഡാഷ്. അപ്പം അവിടെ ഏതാണ്? യൂസ് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ D ഓപ്ഷനാണ് ഡോണ്ട് യു ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആശ നശിച്ചവൻ ഹതാശനാണ്. D ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് വിപരീത പദം തിരഞ്ഞെടുക്കുക. സൂക്ഷ്മത്തിൻ്റെ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് അവിടെ കറക്റ്റ് സ്ഥൂലമാണ് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷനാണ് A ഓപ്ഷൻ. അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് ഏതാണ്? ഇവിടെ ലതാ ഗൃഹം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. A ഓപ്ഷനാണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പകരം പദം തിരഞ്ഞെടുക്കുക. ക്ഷണനം എന്ന് പറഞ്ഞാൽ എന്താണ്? വധമാണ് ക്ഷണനം. അടുത്തത് പദം പിരിച്ചെഴുതുക. വാഗ്വിലാസം പിരിച്ചെഴുതിയാൽ വാക്ക് പ്ലസ് വിലാസമാണ് വാഗ്വിലാസം. അടുത്തത് ചേർത്തെഴുതുക. ശരത്ചന്ദ്രൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ D ഓപ്ഷനാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശരത്ചന്ദ്രൻ എന്ന് തന്നെയാണ്. ഇനി അടുത്ത് നോക്കാം. ഏറ്റവും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൽ B ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99% വിജയിച്ചു. അടുത്തത് മഞ്ഞിൻ്റെ പര്യായങ്ങളിൽ പെടാത്തതേത്.
അപ്പം മഞ്ഞിൻ്റെ പര്യായങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് സി ഓപ്ഷൻ ജലധരം ആണ്. അപ്പം ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഈ അടുത്ത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നെണ്ണമാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നീഹാരം, പ്രളയം, തുഷാരം ഇത് മൂന്നും കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ മാറ്റിയിട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം അതുപോലെ നിങ്ങൾ എല്ലാ മലയാളം ഇംഗ്ലീഷും കറക്റ്റായിട്ട് പ്രീവിയസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 90% മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടാവും കേട്ടോ, മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും. അപ്പോൾ നോക്കാം 79ാമത്തെ ക്വസ്റ്റ്യൻ. അനിശ്ചിതത്വത്തിൽ തുടരുക എന്ന പ്രയോഗത്തിന് തതുല്യമായി ഉപയോഗിക്കാവുന്നത് ഏതാണെന്നാണ്. അപ്പോൾ ഡി ഓപ്ഷൻ ആണ് ഹാങ് ഇൻ ദ ബാലൻസ് ആണ്. ഇനി ഹിറ്റ് ഇൻ ദ ഹെഡ്ലൈൻസ് അല്ലേ എന്ന പ്രയോഗത്തിന് ഏറ്റവും യോജിച്ച മലയാള വിവർത്തനം ഏതാണ്? അത് എന്താണ്? എ ഓപ്ഷനാണ്, പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. നാളെ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.